അതെ, നോക്കിയേ. ഇന്നെന്താ പരിപാടി എന്നല്ലേ? അതും ഈ വഴുതനങ്ങയൊക്കെ പറിച്ചിട്ട് നിറച്ചും ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അടുത്ത് നട്ടതായിരുന്നേ. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ പോലെ തോന്നുന്ന സൈസ് വഴുതനയാണ് കേട്ടോ. ഇത് ഇത്ര കാര്യം പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വഴുതന വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാൻ പോവുകയാണ്. എന്താ വഴുതന ബിരിയാണിയാന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പോകും അല്ലേ? പക്ഷെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. പറമ്പിൽ നിറച്ചും ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന വഴുതനങ്ങയൊക്കെ ഈ ഒരു ടൈപ്പാട്ടോ. ഈ പ്രാവശ്യം നട്ടയിലൊക്കെ നല്ല ടേസ്റ്റുള്ള വഴുതനയോ കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, വഴുതനയൊക്കെ എടുത്തിട്ട് ഞെട്ട് കളയണ്ട കേട്ടോ. അതിൻ്റെ അടിഭാഗത്തുള്ളത് ഇതുപോലെ തന്നെ വേണം. കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് എന്താക്കാം, ഇതിങ്ങനെ അപ്പുറവും ഇപ്പുറവും ഒന്ന് മുറിച്ച് കൊടുക്കാം. മുറിച്ച് കഷ്ണമാക്കിയിട്ട് എടുക്കരുത്. തണ്ട് വരെയുള്ളത് മാത്രം ഒന്ന് കീറി കൊടുത്താൽ മതി കേട്ടോ, മുറിച്ചെടുക്കരുത്. അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. വഴുതന എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അപ്പുറവും ഇപ്പുറവും മുറിച്ച് കൊടുക്കുക. മുറിച്ചിങ്ങ് എടുത്ത് കളയരുത് കേട്ടോ. ഇതുപോലെ കേട്ടോ, ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട്. ആദ്യം നല്ലോണം കഴുകിയതാണ്, എന്നാലും ഒന്നും കൂടി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്താക്കാം, മസാല ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് മീനൊക്കെ പൊരിക്കുമ്പം ഇതാക്കുന്ന പോലെ തന്നെ കേട്ടോ. ഒന്ന് ഇതാക്കിയ ശേഷം നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ വഴുതന മുറിച്ച് വെച്ചതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തണേ. ഇതുപോലെ കണ്ടില്ലേ, എരിവ് നിങ്ങളെ പാകത്തിനെടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പകുതി വേവിന്, ഫുള്ളായിട്ട് വേവിക്കരുത്, പകുതി വേവിന് വേവിച്ചെടുക്കണം വഴുതന. പകുതി വേവ് മതി കേട്ടോ. ഇതുപോലെ പകുതി വേവായ ശേഷം നമുക്കിതിന് പൊരിച്ചെടുക്കണം. അതിന് നമുക്ക് വെളിച്ചെണ്ണയാട്ടോ വേണ്ടത്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് പകുതി വേവിച്ച വഴുതന നമുക്ക് അതിലേക്കിട്ട് പൊരിച്ചു കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ മുട്ട പൊരിക്കുന്ന പോലെ ഉണ്ട് ഇല്ലേ? പലരും ഈ ഒരു ഫോട്ടോ ഒക്കെ കാണുമ്പോൾ മുട്ട ബിരിയാണിയാന്നൊക്കെ വിചാരിക്കും. നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള വഴുതന ബിരിയാണിയാട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴുതന പൊരിച്ചെടുക്കണം. എരിവൊക്കെ നിങ്ങളെ ആവശ്യത്തിന്, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഇട്ടാൽ മതി. ചിലവർക്ക് എരിവ് നല്ലോണം വേണം, ചിലവർക്ക് എരിവ് വേണ്ട. അതാണ് ഞാൻ എരിവിൻ്റെ ഒന്നും അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊരിഞ്ഞ് കണ്ട മുളകൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം എല്ലാം കൂടി കേട്ടോ. ഇനി വേണ്ടത് 4 വലിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, 2 തക്കാളി, പച്ചമുളക്. ഇതെല്ലാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, തക്കാളി ഉള്ളി മുറിച്ച് വെക്കണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് മല്ലിച്ചപ്പ് വേണം, പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങ വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. നമ്മൾ നേരത്തെ പൊരിച്ച് കോരി വെച്ച് അതിലേക്ക് തന്നെ എന്താക്കണം, ഉള്ളി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുമ്പ് നമുക്ക് ചോറിന് വേണ്ട കുറച്ച് ഉള്ളി പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യണം കേട്ടോ. ഇത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നേരത്തെ വഴുതന പൊരിച്ച എണ്ണ തന്നെയാണ് കേട്ടോ. അതിലേക്ക് തന്നെയാണ് ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റ് കഴിക്കുന്നത് നമ്മളെ നിധിയാൻ്റെ വീട്ടിൽ നിത്താത്താൻ്റെ അവിടെ പോയപ്പോൾ കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ നദിയാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞു, ഇന്ന് വഴുതന ബിരിയാണിയാണ്, പറമ്പിൽ നിറച്ച് വഴുതനയൊക്കെ ആയി, അപ്പോൾ ഇന്ന് അതിൻ്റെ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ ഇന്ന് വഴുതന ബിരിയാണിയാണ്. വലിയ ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ പൊന്നുമക്കളെ കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റാണ്. എനിക്കും പിള്ളേർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എന്താക്കാം, ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഉണ്ടാക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും ചിലവർക്ക് അത് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ വേറെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഞാൻ ഇത്താത്ത ഉണ്ടാക്കി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഇറച്ചി മീനൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അപ്പം നമുക്ക് തക്കാളി നന്നായിട്ട് വഴറ്റി കൊടുക്കുക.
സാധാരണ നമ്മൾ തക്കാളി വഴറ്റുന്നതിൻ്റെ മുമ്പാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ഇടാൻ പോവുക കേട്ടോ. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഫസ്റ്റ് അങ്ങനെ ഇടാറ്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഉള്ളി വഴറ്റിയ ശേഷം തക്കാളിയും വഴറ്റിയ ശേഷമാണ് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ അതുപോലെ തന്നെ ഒരുപാട് മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല. ഞാൻ ആകെ ഇടുന്നത് ഇതിൽ ഗരം മസാല മാത്രമാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതാട്ടോ. വീട്ടിൽ നിന്ന് തന്നെ പൊടിക്കുമ്പം നമ്മൾ എല്ലാം ചൂടാക്കി പൊടിക്കുമ്പോൾ അതിൻ്റെ നല്ല മണവും ഇതൊക്കെ ആയിരിക്കും നല്ല ഇത്. അതായത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചതാട്ടോ ഗരം മസാല. നമ്മളെ പട്ടയും കറാമ്പൂവും അതുപോലെ തന്നെ ഏലക്ക ജീരകങ്ങളെല്ലാം ചൂടാക്കി പൊടിച്ചതാട്ടോ. അപ്പം വീട്ടിൽ തന്നെയാണ് സ്വതുവേ ഗരം മസാലയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കലാണ്. അപ്പം ഇത് മാത്രം ഇതിൽ മസാല പൊടിയായിട്ട് ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിതിൽ പൊരിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ മെയിൻ ഐറ്റമായ വഴുതനി ഇട്ട് കൊടുക്കുക കേട്ടോ. വഴുതനി ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയൊക്കെ ഇതിൽ പിടിക്കുന്നവരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് എല്ലാം മസാലയൊക്കെ പിടിപ്പിച്ച ശേഷം ഇനി പണിയൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം നമ്മൾ പകുതി മുറി നമ്മൾ ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞാലോ. അപ്പോൾ ഇതാ ഞാൻ ചെറുനാരങ്ങ ഇതിൻ്റെ മേലത്തേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ മല്ലിച്ചപ്പും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയായി മക്കളെ. ഇനി നമുക്ക് ചോറിൻ്റെ പരിപാടി നോക്കണ്ടേ. അപ്പം മസാല ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ചോറ് ഉണ്ടാക്കാൻ പോവാം. അതിൻ്റെ മുമ്പ് കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് നമ്മളെ മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് വെച്ച് ഇത് പൊത്തി വെച്ചിട്ട് ഞാൻ ചോറിൻ്റെ പരിപാടി നോക്കട്ടെ മക്കളെ. അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കട്ടെ, നമുക്ക് അരി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എന്തരിയാന്ന്. നമ്മളെ റേഷൻ അരി പച്ചരിയാട്ടോ. റേഷൻ പച്ചരിയാണ്. അപ്പം റേഷൻ പച്ചരി ആദ്യമൊക്കെ റേഷൻ അരിയൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ അരിയൊക്കെ നല്ലതാട്ടോ, വലിയ മോശമൊന്നുമല്ല ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ പച്ചരിയാണ് ഞാനിങ്ങനെ ഇതാക്കുന്ന. അതിൽ വല്ല നാരോ എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയോ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ റേഷൻ അരി ആയതുകൊണ്ട് കല്ലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അരിച്ച് നോക്കണം, കടയത്തെ പോലെയല്ല. അപ്പോൾ അരിച്ചൊക്കെ വേണം അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പച്ചരി കേട്ടോ. അധികം വെന്ത് കുഴഞ്ഞൊന്നും പോവാണ്ട് ഒന്നിനൊന്ന് തൊട്ടാണ്ട് നല്ല നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഈ പച്ചരി വെച്ച് ചോറ് വെച്ചാൽ. അപ്പം നല്ല രീതിയിൽ കഴുകിയെടുക്കട്ടെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ അതാണ് ഇന്നത്തെ ചോറിന് നല്ല പ്രത്യേകതയാണ്, നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പം നമുക്ക് അരി വെള്ളം തിളച്ചു, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായി, അതായത് കുടുക്കയിൽ. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വരട്ടെ. അപ്പം ഞാൻ അടുത്ത സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ പട്ട, കറാമ്പു, ഏലക്ക ഇത് നമുക്ക് ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഞാനതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടയും കറാമ്പും ഏലക്കയെല്ലാം ഇതിലിട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വെന്ത് വരുമ്പം അരമുറി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുത്താൽ നമ്മളെ ചോറ് വെന്ത് കുഴഞ്ഞു പോകത്തില്ല. നല്ല വിറവിറാന്ന്, അതായത് ഒന്ന് തട്ടാണ്ടിരിക്കുന്ന ചോറില്ലേ അതുപോലെ ഉണ്ടാവും കേട്ടോ. നമുക്കിത് വേവുമ്പോൾ നമുക്കിത് ഊറ്റിയാൽ മതി. അപ്പം എന്താ പറയുക, ചോറെല്ലാം പെട്ടെന്ന് നല്ല അടിപൊളി. ഇത് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചോറായിട്ടുണ്ട്, ഒന്നിനോട് തട്ടിയിട്ടില്ല. ഇനിയിത് ഞാൻ ലാസ്റ്റ് നിങ്ങളുണ്ടല്ലോ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് വാർത്തി വെച്ച് കഴിഞ്ഞാൽ ചോറ് പിന്നെ വെന്ത് പോകത്തില്ല കേട്ടോ. അപ്പം അടുത്ത പരിപാടി അവിടെ വെച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഉള്ളി പൊരിച്ച് കോരി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ക്യാരറ്റ് ചിരണ്ടിയത്, പിന്നെ കുറച്ച് ഗരം മസാല, നമ്മളെ മല്ലിയിലയൊക്കെ കേട്ടോ ഇത്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ചിരണ്ടിയത്, അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചത്, മല്ലിയില, അത് എന്തിലാന്ന് വെച്ചാൽ ഞാൻ ഗരം മസാലയിലൊക്കെ കേട്ടോ. ഇനി നമ്മൾ ചോറ് ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ വഴുതന. ഇത് കണ്ടപ്പോൾ അക്കുഡൂസ് ആദ്യം വിചാരിച്ച മുട്ടയാണ് കേട്ടോ. അവർ മുട്ട കഴിക്കപ്പോൾ എൻ്റെ അടുത്ത് പറയും മുട്ടേൻ്റെ മഞ്ഞ വേണ്ട കേട്ടോ. എന്നപ്പം ഞാൻ വഴുതന അടിയിൽ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ചോറ് മേലെ ഇട്ട് കൊടുക്കും കേട്ടോ. സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദമ്മിടാനൊക്കെ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലത്തേക്ക് കുറച്ച് നമ്മളെന്താക്കും, നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താക്കും, ഈ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാരറ്റും നമ്മളെ മസാലക്കൂട്ടെല്ലാം ഇതിലേക്ക് മല്ലിയിലയൊക്കെ ഇതിൻ്റെ മേലത്തേക്ക് ഇടും. അങ്ങനെ അതുപോലെ തന്നെ അടുത്തതായിട്ട് അങ്ങനെ തട്ടായിട്ട് ഇട്ട് വയ്ക്കും കേട്ടോ.
അപ്പം ഇത് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അക്കുഡൂസ് മുട്ട കഴിക്കൂ കേട്ടോ. മുട്ട കഴിക്കുകയെന്ന് വെച്ചാൽ ഉള്ളത്തെ മഞ്ഞ കഴിക്കുന്ന അവന് ഇഷ്ടമല്ല. അപ്പം ഇത് കണ്ടപാടും പറയും ഉമ്മച്ചി ഇത് മുട്ട ബിരിയാണിയാണെങ്കിൽ എനിക്ക് മഞ്ഞ എടുത്ത് കളയണേന്ന് പറയും. പക്ഷേ ഇതവനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. വഴുതനയൊക്കെ ഞാൻ പൊരിച്ചൊക്കെ കൊടുക്കും. അപ്പം ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇടയ്ക്ക് ബിരിയാണി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനേ അടിപൊളിയാണ്. അപ്പോൾ അക്കുഡൂസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അടിപൊളി അറബിക് ഡാൻസൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ദമ്മൊക്കെ ഇട്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അറബിക് ഡാൻസ് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഇടുമ്പോൾ അതിൻ്റെ പാട്ടൊക്കെ ആകുമ്പം എനിക്ക് പേടിയായിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, ഇൻസ്റ്റയിലാണ് ഇട്ടിരിക്കുന്നത്. അത് ലോങ് വീഡിയോ ഏകദേശം ഒരു 3 മിനിറ്റോളം ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് മോൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ ശരി കേട്ടോ, അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബായ്.